ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ഡിസൈൻ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിനെ എങ്ങനെയാണ് നോക്കി വരയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ 14 പെൻസിലുകൾ ഉപയോഗിച്ചുള്ള ഷെയ്ഡിംഗ് ആണ് പഠിച്ചത്. അതൊക്കെ എല്ലാവരും മടി കൂടാതെ ചെയ്തു കാണുമെന്ന് കരുതുന്നു. ഈ മൊഡ്യൂളിൽ നമ്മൾ വരയ്ക്കുന്ന ഈ ഫ്ലവറിൽ ഓരോ പെൻസിലുകൾ കൊണ്ടും വരുത്തേണ്ട ഷെയ്ഡുകളെ കുറിച്ച് അടുത്തതായി വരാനിരിക്കുന്ന മൊഡ്യൂളിൽ പഠിക്കുന്നതിന് ഇതെല്ലാം ആവശ്യമാണ്. നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ അടുത്തിരുത്തി പറഞ്ഞു തരുന്നത് പോലെ തന്നെയാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഈ ഡിസൈൻ വരച്ചതിന് ശേഷം ഷെയ്ഡിങ് പഠിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പല തരത്തിലുള്ള ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതായത് പലതരത്തിൽ ഡാർക്ക് ആയിട്ടുണ്ട്, ലൈറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള പെൻസിലുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഇതുപോലെ ഒരു ഫ്ലവർ നമ്മൾ വരയ്ക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 14 പെൻസിലുകൾ ഉപയോഗിച്ച് 6 ബോക്സുകളിലായി ഷെയ്ഡ് ചെയ്യുന്നതാണ്. ഈ ഷെയ്ഡുകൾ സ്വയം വരച്ച്, അതായത് ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് ഇതിന്റെ മുകളിലൂടെ നമുക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മുടെ സ്വന്തം കഴിവുകളെ എങ്ങനെയാണ് പുറത്തു കൊണ്ടുവരേണ്ടത് എന്ന് പഠിക്കുവാനാണ്. ഇതുപോലൊരു പിക്ചർ ഉപയോഗിച്ചാണ് അത് നമ്മളിവിടെ പ്രാവർത്തികമാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ ഉപയോഗിക്കാവുന്നതാണ്. ഏത് പിക്ചർ ആയാലും ഇനി പറയുന്ന മെത്തേഡ് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. ഇവിടെ എടുത്തിരിക്കുന്ന ഈ ചെമ്പരത്തി വരച്ചു പഠിച്ചതിന് ശേഷം ഫാബ്രിക് പെയിന്റ് ചെയ്യുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് ഷെയ്ഡ് കൊടുക്കേണ്ടത് എന്നുകൂടി വരാനിരിക്കുന്ന മൊഡ്യൂളിൽ പറയുന്നുണ്ട്. അപ്പോൾ പെൻസിൽ കൊണ്ടും ഫാബ്രിക് പെയിന്റ് കൊണ്ടും ഒരേ ഡിസൈനിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനിരിക്കുന്നത്. ഇതുപോലെ A4 സൈസ് പേപ്പറിലാണ് പ്രിന്റ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം A4 സൈസിലുള്ള ഒരു പേപ്പറിന്റെ 4 വശവും ബോർഡർ വരയ്ക്കുക എന്നതാണ്. പേപ്പറിൽ ഡിസൈൻ എന്ത് ചെയ്യുവാനാണെങ്കിലും 4 വശവും ബോർഡർ വരയ്ക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഈ ബോണ്ട് പേപ്പറിനെ ഈക്വലായി ഇതുപോലെ മടക്കുക. അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിരിക്കുന്നതും മടക്കുക. ഇത് കറക്റ്റ് സെന്റർ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണേ. ഇപ്പോ 2 പേപ്പറിലും ഒരുപോലെ സെന്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് പെൻസിൽ കൊണ്ട് അധികം ഡാർക്ക് ആക്കാതെ സെന്ററിൽ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. സെന്റർ മനസ്സിലാക്കുവാനായി ഫോൾഡിലൂടെ ചെറുതായിട്ടൊന്ന് വരച്ചു എന്ന് മാത്രമാണ്. ഡാർക്ക് ആക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ഇടതുഭാഗത്ത് മെയിൻ ഡിസൈനായ ഫ്ലവറിന്റെ കറക്റ്റ് സെന്ററിൽ വന്നിരിക്കുന്ന ഭാഗം മുതൽ ഈ പേപ്പറിന്റെ പകുതിയിലേക്ക് ഈ ഷേപ്പിനനുസരിച്ച് വരച്ചു പോകുന്നതാണ്. അതിനുശേഷം മാത്രമാണ് താഴെയുള്ളതോ മുകളിൽ വന്നിരിക്കുന്ന വലതുഭാഗത്തുള്ളതോ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇനി വരച്ചു പഠിക്കുവാനുള്ള പേപ്പർ ഫോൾഡ് ചെയ്ത ഭാഗത്തുകൂടി മറ്റേ പേപ്പറിൽ ചെയ്തതുപോലെ തന്നെ അധികം ഡാർക്ക് ആക്കാതെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഫ്ലവറിന്റെ താഴെ വന്നിരിക്കുന്ന ഭാഗം മുകൾ ഭാഗമല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ താഴെ ഭാഗം നമുക്ക് വരയ്ക്കുവാനുള്ള ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പേപ്പറിന്റെ ഏത് ഭാഗത്താണ് എന്നുകൂടി നോക്കുക. അതായത് ഫ്ലവറിന്റെ താഴെ സെന്റർ ഭാഗത്ത് വെച്ച് ഇങ്ങനെയൊന്ന് മടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പേപ്പറിന്റെ മുകളിൽ ഇത്രയും ഭാഗം, അതായത് ഏകദേശം 2.5 ഇഞ്ച് ഡിസൈന് ശേഷം ബാലൻസ് വന്നിട്ടുണ്ട്. വരയ്ക്കുവാൻ ഒട്ടും അറിയാത്ത കുട്ടികൾക്ക് ഈസി ആക്കുവാൻ കൂടി വേണ്ടിയുള്ള ഒരു മാർഗമാണിത്. ഇതിൽ വന്നിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് വരയ്ക്കുവാനുള്ള പേപ്പറിലും വരുത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത്രയും തന്നെ ഈ പേപ്പറിലും ഫോൾഡ് ചെയ്യുക. എൻ്റെ കൈവശമുള്ള പേപ്പറിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിസൈനും പേപ്പറും എല്ലാം ഈ മെത്തേഡിൽ മാത്രം മടക്കുക. 2.5 ഇഞ്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരണമെന്നില്ല. ഇതിനുശേഷം ഡിസൈൻ വരുന്ന പേപ്പറിനെ വീണ്ടും മുകളിലുള്ള മടക്കിയ ഭാഗം മാറ്റി നിർത്തിക്കൊണ്ട് ഈക്വലായി മടക്കുക.
അതുപോലെ തന്നെ ഈ പേപ്പറിലും കൂടി മടക്കുക. ആദ്യം മടക്കിയത് എടുക്കരുത്, അപ്പോൾ നമുക്ക് ആകെ 3 ഫോൾഡാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോൾഡ് ഭാഗത്ത് ഇതിൽ എങ്ങനെയാണ് ഷേപ്പ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. സെന്ററിൽ നിന്ന് ഇതുപോലെ ചെറിയ ഡോട്ട്സ് ഇട്ട് നമുക്ക് വരയ്ക്കുവാനുള്ള പേപ്പറിൽ വരയ്ക്കാൻ ശ്രമിക്കുക. വളരെ ശ്രദ്ധിച്ച് നോക്കി വരയ്ക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡാർക്ക് ആവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം നമുക്ക് മായ്ച്ചു വരയ്ക്കേണ്ട സമയങ്ങളിൽ പേപ്പറിൽ ഡാർക്ക് ഷെയ്ഡ് കൂടുതൽ വരാതിരിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്ന ഡിസൈനിൽ വന്നിരിക്കുന്നത് പോലെ ആദ്യത്തെ വളവ് വരെ വരച്ചു. ഇനി അടുത്തതായി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഡിസൈൻ ഏതായാലും ഇതുപോലെ സെന്ററിൽ നിന്ന് എങ്ങനെയുള്ള ഷേപ്പുകളിലൊക്കെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി വളരെ സാവധാനം വരയ്ക്കാം. ആദ്യം വരയ്ക്കുന്നത് ഓരോ പെറ്റലിന്റെയും ഷേപ്പ് കറക്റ്റാക്കി ഔട്ട്ലൈൻ മാത്രമാണ്. അതിനുശേഷമാണ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വരച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം കറക്റ്റ് സെന്ററിൽ, അതായത് ഇത്രയും ഭാഗത്ത് വരുന്ന, ഇങ്ങോട്ടല്ല, ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന പെറ്റലിന്റെ കുറച്ചു ഭാഗം ഇപ്പുറത്തുണ്ട്. അതുകൂടാതെ നിങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഷേപ്പ് ഇത്രയും ഭാഗം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് തോന്നാം, അതിനെ മായ്ച്ച് വീണ്ടും വരയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇനി അടുത്ത പെറ്റിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പേപ്പറിന്റെ ഹാഫ് പാർട്ടിൽ മൂന്നാമത്തെ പെറ്റിലിന്റെ ചെറിയ ഭാഗം കൂടി കടന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കുക. ഇനി വരേണ്ടത് ഇവിടെ നിന്ന് ഇത്രയും ആകുമ്പോൾ നമ്മുടെ അടുത്ത പെറ്റിൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇനി ഈ ഭാഗത്തുള്ള ഇലയെ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഇലയുടെ ഹാഫ് പാർട്ടാണ് ഉള്ളത്. അത് ഏത് ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നതെന്ന് നോക്കാം. ഇപ്പോ കറക്ഷനൊക്കെ തീർത്ത് വരച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് താഴെ സെന്ററിൽ നിന്ന് ഇടതുഭാഗത്തേക്കുള്ളതാണ്. ഫ്ലവറിന്റെ താഴെ ഒരു ഇലയുടെ കുറച്ച് ഭാഗമുണ്ട്. അതും തണ്ടും ഒരു ഇലയും വരയ്ക്കണം. ഇവിടെ കാണുന്നത് പോലെ തന്നെ നമുക്ക് ആദ്യം ഔട്ട്ലൈൻ വരയ്ക്കാം. എന്നിട്ട് കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അതൊക്കെ മായ്ച്ചു വരയ്ക്കാം.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരയ്ക്കാൻ പഠിച്ചതനുസരിച്ച് മടി കൂടാതെ വരയ്ക്കുക. ഈ ഡിസൈൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനും ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വരച്ചു തുടങ്ങുക. ആദ്യം തീരെ ശരിയാവാതെ വന്നാലും ശ്രമം ഉപേക്ഷിക്കരുത്. കാരണം ഞാനും മുൻപ് വരയ്ക്കാൻ അറിയാത്ത ഒരാളായിരുന്നു. പക്ഷേ ഫാഷൻ ഡിസൈനർ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സിലുള്ള ഡിസൈനുകളും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും വരയ്ക്കാൻ അറിയണം. അപ്പോൾ ഇതുപോലെയുള്ള ശ്രമങ്ങളാണ് നമ്മളിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കുക. ഇന്ന് വരച്ച ഈ ഡിസൈനിന്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂട്ടുകൂടാം. ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം.